ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗവും വനഭൂമിയായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ കോന്നി വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാനന ക്ഷേത്രം എത്ര പേർക്കറിയാം? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 അടിയിലേറെ ഉയരത്തിൽ ആനയും കാട്ടുപോത്തും പോലെയുള്ള വന്യമൃഗങ്ങൾ ധാരാളമായുള്ള വനഭൂമിയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കാനന ക്ഷേത്രം. സ്ഥിരമായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാറുള്ളത് കൊണ്ട് തന്നെ പകൽ സമയങ്ങളിലല്ലാതെ ഇവിടേക്ക് വരുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പന്തളം രാജവംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രവും ഈ ക്ഷേത്രത്തിനുണ്ട്. പന്തളം രാജവംശത്തിലെ പൂർവികർ കോന്നിയിൽ താമസിക്കുകയും അവർ ശിവാരാധനയ്ക്ക് വേണ്ടി നിരവധി ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു മുരിങ്ങമംഗലം ക്ഷേത്രം. അതിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രധാന ക്ഷേത്രമാണിത്. മുരിങ്ങമംഗലം ക്ഷേത്രത്തിന്റെ കീഴിൽ നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോന്നിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഉണ്ട് എന്നാണ് അർത്ഥം. ആലുവാങ്കുടി ശിവക്ഷേത്രവും ഇതിന് ഉദാഹരണമാണ്. മലയാള മാസം 1-ാം തീയതി മാത്രം തുറക്കുന്ന ഒരു കാനന ക്ഷേത്രമാണ് ആലുവാങ്കുടി ശിവക്ഷേത്രം. ആലുവാങ്കുടി ശിവക്ഷേത്രവുമായി ഒരുപാട് സാമ്യതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇവ രണ്ടും കോന്നി വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാനന ക്ഷേത്രങ്ങളാണ്. അതുപോലെ ഇവ രണ്ടും ശിവക്ഷേത്രങ്ങളാണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഈ രണ്ട് ക്ഷേത്രങ്ങളും പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട സാമ്യം ഈ രണ്ട് ക്ഷേത്രങ്ങളും മറവപ്പട എന്ന കൊള്ള സംഘത്തിന്റെ ആക്രമണത്താൽ നശിപ്പിക്കപ്പെട്ടവയാണ്. പിന്നീട് പ്രദേശവാസികൾ ചേർന്ന് നവീകരിച്ചതാണ് നമ്മൾ ഈ കാണുന്ന രണ്ട് ക്ഷേത്രങ്ങൾ. അപ്പോൾ ഈ ക്ഷേത്രം ഏതാണെന്ന് കുറെ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. കോന്നി പ്രദേശത്തിന്റെ കാൽക്കുടി പ്രദേശം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് കാക്കരക്കുടിയായി. അതാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ അതുവാങ്കുളത്ത് ആവോലിക്കുഴിയിലുള്ള കാക്കരക്കുടി മഹാദേവ ക്ഷേത്രം. പണ്ടുകാലത്ത് സമ്പന്നമായ ഒരു ജനത അധിവസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ. അതിൻ്റെ പല അവശേഷിപ്പുകളും ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പലതും നിലവിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലായതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നതല്ല. ഈ പ്രദേശത്തെ ഉയർന്ന മലമുകളിൽ നിന്നാൽ ശബരിമലയുടെയും കുട്ടിക്കാനത്തിൻ്റെയും ഒക്കെ വിദൂര കാഴ്ചകൾ കാണാൻ സാധിക്കും എന്നാണ് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചത്. മാസത്തിൽ 2 ഞായറാഴ്ചകളും പിന്നെ ശിവരാത്രി പോലെയുള്ള വിശേഷ ദിവസങ്ങളിലും മാത്രമാണ് ക്ഷേത്രം തുറന്ന് പൂജകൾ നടക്കാറുള്ളത്. ശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം. കഴിവതും ക്ഷേത്രം തുറന്ന് പൂജകളൊക്കെ നടക്കുന്ന അവസരങ്ങളിൽ ഇവിടെ എത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വനഭൂമിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയായി പോകും നമ്മുടേത്. ക്ഷേത്രത്തിന് 2 കുളങ്ങളുണ്ട്. അതിൽ ഒന്ന് ക്ഷേത്രത്തിനടുത്തായി വനഭൂമിക്കുള്ളിലായിട്ടാണ്. ക്ഷേത്രത്തിൽ വരുന്നവർക്ക് അവിടേക്കും പോകാൻ സാധിക്കുന്നതാണ്. ക്ഷേത്രത്തിന് മുമ്പിലെ കൊടുങ്കാടിനുള്ളിലൂടെയാണ് ക്ഷേത്രക്കുളത്തിലേക്ക് പോകേണ്ടത്. പോകുന്ന വഴികളിലായി ആന ഇറങ്ങിയതിൻ്റെ അടയാളങ്ങളും കാണാം. കാടിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ. ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു കാനന ഭംഗി. കൂടുതലും തേക്ക് മരങ്ങളാണ് ഈ വനത്തിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രക്കുളത്തിനടുത്തായി ഒരു ആൽമരവും ഉണ്ട്. ആ ആൽമരത്തിന് കീഴിലായി ഒരു വിഗ്രഹം വെച്ച് ആരാധിക്കുന്നതും കാണാൻ സാധിക്കുന്നതാണ്. കുളത്തിനടുത്തായി തകർന്ന നിലയിൽ വിഗ്രഹാവശിഷ്ടങ്ങളും കൽത്തൂണിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ കാണാം. ഇതും പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാവാനാണ് സാധ്യത. ക്ഷേത്രത്തിന് മറ്റൊരു കുളം കൂടെയുണ്ട്. അത് മൂലക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ വനഭൂമിയിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. പഴയ ക്ഷേത്രാവശിഷ്ടങ്ങളും ഒറ്റക്കല്ലിൽ തീർത്ത കല്ലറകളും അങ്ങനെ പലതും മൂലക്ഷേത്രത്തിനടുത്തായി കാടിനുള്ളിൽ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ അവിടേക്കൊന്നും പോകാൻ സാധിക്കുന്നതല്ല. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ. അവിടേക്കുള്ള എൻട്രി എല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ക്ഷേത്രത്തിലേക്ക് വരുന്ന റൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കോന്നി തണ്ണിത്തോട് റൂട്ടിൽ അതുവാങ്കുളത്ത് നിന്നും ഏകദേശം 4 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. കോന്നിയിൽ നിന്നും തണ്ണിത്തോട് പോകുന്ന റൂട്ടിൽ ഈ കാണുന്ന ജംഗ്ഷനിലെത്തി അവിടെ നിന്നും വലത്തേക്ക് പോയി അവിടെ നിന്നും വീണ്ടും വലത്തേക്ക് കാണുന്ന ഈ കോൺക്രീറ്റ് റോഡ് വഴി നേരെ കുറച്ച് ദൂരം യാത്ര ചെയ്താൽ അവിടെ നിന്നും വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയൊരു ബോർഡ് കാണാവുന്നതാണ്. അവിടെ നിന്നും ഇടത്തേക്ക് കാണുന്ന വഴിയിൽ നേരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് മുൻപിലെ ഗ്രൗണ്ടിലെത്തുന്നതാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ വാഹനങ്ങളും ക്ഷേത്രത്തിന് മുൻപിലെ ഗ്രൗണ്ടിൽ വരെ ഓടിച്ചുകൊണ്ട് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് കാടും പരിസ്ഥിതിയും ഒന്നും നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു ക്ഷേത്ര പരിസരമാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല എന്നൊരു ബോധ്യവും എപ്പോഴും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്.